ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് എനിമി ടി വി സീരീസിന്റെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് മെസ്സിയാണോ, നെയ്മറാണോ, ക്രിസ്ത്യാനോ റൊണാൾഡോയാണോ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് തീർച്ചയായും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഗോൾ കീപ്പർ, ഡിഫൻഡർ, മിഡ് റേഞ്ച് ഷൂട്ടർ, ഇവരെ ആരെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ യഥാർത്ഥ ഒരു സ്ട്രൈക്കറെ ഇന്റൻസ് സോക്കർ മാച്ചിൽ മാത്രമേ കാണാൻ സാധിക്കൂ. സോ ജപ്പാന്റെ ഫുട്ബോൾ ടീം വീണ്ടും വേൾഡ് കപ്പിൽ തോറ്റുപോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജാപ്പനീസ് ഫുട്ബോൾ ടീം യൂണിയൻ ആണ്. നമ്മളിനി എത്ര വർഷമാണ് ഇങ്ങനെ തോറ്റുകൊണ്ടേ ഇരിക്കാൻ പോകുന്നത് എന്ന് ആൻഡ്രി പറയുന്ന ഒരു പുതിയ മെമ്പർ ചോദിക്കുന്നു. ഇത് കേട്ട് അതിന്റെ അഡ്വൈസർ, അവരെ വെച്ച് ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്താൽ മാത്രം പോരെ, അതിനുള്ള പണം കിട്ടുമല്ലോ. ഹേയ്, നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ജപ്പാൻ ഇപ്പോഴും വേൾഡ് കപ്പ് നേടാൻ സാധിക്കാത്തത്. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ബിസിനസ് ആയിരിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. തീർച്ചയായിട്ടും നമുക്ക് വിജയിച്ചേ പറ്റൂ എന്ന് പറയുവാണ് അവർ. നിങ്ങൾ പറയുന്ന ഈ പ്രൊജക്ട് കാരണം ഒരു യഥാർത്ഥ പ്ലെയറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. ജപ്പാന് വേൾഡ് കപ്പ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുത്തനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇവനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അവനാണ് ചിൻപാച്ചി ഈഗോ. ഇസഗി, എന്താ ഇവിടെ നടക്കുന്നേ? നീ എന്താ ചെയ്തേ എന്ന് ചോദിക്കുവാണ് കിര. ഒരു സെക്കൻഡ്, എന്റെ മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോയി, സോറി. ഹേയ്, നന്നായിട്ട് എന്നെ കളിച്ചു, നീ തോറ്റുപോയി. റിയോസ്കി കിര ലോക്ക് ഓഫ് എന്ന് പറയുവാണ് ഈഗോ. ഹേയ്, ഇതെന്ത് മണ്ടത്തരവാ? ഈ സാധാരണ ടാപ്പ് ഗെയിം എന്റെ ലൈഫ് എന്നെ സ്പോയിൽ ചെയ്തെന്നാണ് പറയുന്നത്. ഇതിലെന്ത് ന്യായമുള്ളത്? ഞാനിപ്പോ നാഷണലിലോട്ട് സെലക്ട് ആയ ഒരുത്തനാണ്. ഇവരെ രണ്ടുപേരെക്കാൾ ഏറ്റവും കൂടുതൽ കഴിവുള്ളതും എനിക്കാണ്. ഒരു സിമ്പിൾ ടാഗ് ഗെയിമും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുവാണ് അവൻ. ബ്ലൂ ലോക്കിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ട്. നീ ഒന്ന് ചുറ്റിലും നോക്ക, ഈ റൂം എത്ര വലിപ്പമുണ്ടെന്ന്. പെനാൽറ്റി ഏരിയയുടെ അത്രയും വലിപ്പമുണ്ട് ഈ റൂം. ഒരു സ്ട്രൈക്കർ ആയിരുന്നെങ്കിൽ നീ തീർച്ചയായിട്ടും ആ ബോൾ അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കണം. ഇനി അതേ സമയത്ത് നീ കിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഏരിയക്ക് മാത്രം നീ കിക്ക് ചെയ്യണമായിരുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഈ വെറും 2 മിനിറ്റ് കൊണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റാനാ? ഒരു 90 മിനിറ്റിന്റെ മാച്ചിൽ ഒരു പ്ലെയറിന്റെ കയ്യിൽ എത്ര സമയം ബോൾ ഉണ്ടാവുമെന്ന് നിനക്കറിയോ? വെറും 2 മിനിറ്റും 16 സെക്കൻഡ്സും മാത്രമേ കാണൂ. ഇസഗി, നിന്റെ മോളിൽ കിക്ക് ചെയ്തിട്ടും 1 സെക്കൻഡ് സമയം ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു സമയം കൊണ്ട് നിനക്ക് വേണമെങ്കിൽ മറ്റൊരാളുടെ മേലോട്ട് കിക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ അതിന് പകരം നീ തോറ്റുകൊടുത്തു. ഒരു യഥാർത്ഥ ഫുട്ബോൾ മാച്ചിൽ വിസിലടിക്കുന്ന ആ 1 സെക്കൻഡ് വരെ ആ ബോൾ നീ ടച്ച് ചെയ്തേ പറ്റൂ. ബാച്ര, ആ ബോൾ കിക്ക് ചെയ്ത സമയത്ത് നീ ഇസഗിയുടെ അടുത്തോട്ട് ഓടുന്നതിന് പകരം നിനക്ക് വേണമെങ്കിൽ ആ ബോൾ കിക്ക് ചെയ്യാമായിരുന്നു, പക്ഷെ അതിന് പകരം നീ പേടിച്ചോടി തോറ്റുകൊടുത്തു. അങ്ങനെയുള്ള നീ ഒരിക്കലും ഒരു യഥാർത്ഥ സ്ട്രൈക്കർ ആയിട്ട് മാറില്ല. ബാച്ര ഇസഗിയുടെ അടുത്തോട് ചെന്ന് ആ ബോൾ തട്ടിയെടുത്തതും ഇസഗി വീക്ക് ആയിട്ടുള്ള ഒരുത്തിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തിനെ ടാർഗറ്റ് ചെയ്തു. ഇവരെ പോലെയുള്ള ഈഗോയിസ്റ്റിനാണ് എനിക്ക് ആവശ്യം. അവരെ കൊണ്ട് മാത്രമേ ഒരു യഥാർത്ഥ സ്ട്രൈക്കർ ആവാൻ സാധിക്കൂ. എന്നാൽ നീ അവരുടെ മുമ്പിൽ നിന്നും പേടിച്ചോടിയവനാണ്. ബാക്ക് ഓഫ് ലൂസർ. ഇതോ കേട്ട് ഇതോടെ എന്റെ കരിയർ അവസാനിച്ചോ? ഇല്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിലവിളിക്കുന്നു. എന്റെ ഡ്രീംസ് എല്ലാം നീ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് ഇസഗിയെ ദേഷ്യത്തോടെ നോക്കുവാണ് അവൻ. പിന്നീട് അവൻ അവിടെ നിന്നും പോകുന്നു. ഞാൻ കാരണം അവന്റെ കരിയർ തന്നെ ഇല്ലാതായി. ആ 1 സെക്കൻഡിൽ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് വരുന്നത്. ഞാൻ എന്തിനാ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നേ? ഇതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും അവനറിയാം. ഹേയ്, നീ എന്തിനാ എന്റെ മുകളിലോട്ട് ആ ബോൾ കിക്ക് ചെയ്തേ? ഏയ്, അതൊന്നുമില്ല. ഈഗോ പറഞ്ഞതുപോലെ റിസൾട്ട് ആണ് ഇവിടെ പ്രധാനം. നീ ആ ബോൾ അടിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതാ നിനക്ക് പാസ് ചെയ്തേ. ഇത് കേട്ട് ഇതെല്ലാം വളരെ ഓവറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണ് ഇഗ്രാഷി. അതെ, ഇത് ഓവറാണ്. റൊണാൾഡോനെയും മെസ്സിയെയും നിങ്ങൾ ഒരുപാടധികം പ്രശംസിക്കുന്നുണ്ട്, എന്നാൽ അവരുടെ ലൈഫും ഓരോ ദിവസവും ഇതുപോലെ തന്നെയാണ്. അവരുടെ ലൈഫാണ് ഇപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. ഒരു സ്ട്രൈക്കർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഈഗോയെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തെ നിങ്ങളെ കൊണ്ട് എവോൾവ് ആവാൻ സാധിക്കൂ. സോ നിങ്ങളെല്ലാവരും ഇപ്പോ ഫസ്റ്റ് സെലക്ഷനിൽ പാസ് ആയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന 11 പേരാണ് നിങ്ങളുടെ ടീംമേറ്റ്സ്. മാത്രമല്ല, ഇവര് തന്നെയാണ് നിങ്ങളുടെ എതിരാളികളും എന്ന് പറയുവാണ് ഈഗോ. അങ്ങനെ 3 ദിവസമായിട്ട് എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കുന്നു. എല്ലാവരുടെയും ഫിസിക്കൽ എബിലിറ്റി അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹേയ്, നിന്നെ കൊണ്ടെന്താ സ്പീഡിൽ ഓടാൻ സാധിക്കുന്നില്ലേ എന്ന് ജിങ്ക അവനോട് ചോദിക്കുന്നു. ഹേയ്, ഇതാ വെള്ളം കുടിക്കേ എന്ന് പറഞ്ഞ് കുവാൻ അങ്ങോട്ട് വരുന്നു. താങ്ക്സ് ഡാ എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ കൂടെ ട്രെയിനിങ് ചെയ്യുവാണ് ഇസഗി. ഇസഗിയേക്കാൾ നന്നായി ഹൈറ്റിൽ അവൻ ചാടുന്നത് കണ്ട് അവന്റെ ജമ്പിങ് ഒരുപാടധികം നന്നായിട്ടുണ്ട് എന്ന് അവൻ വിചാരിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. അവിടെയുള്ള എല്ലാവർക്കും മീൽസ് ഒന്ന് തന്നെയാണ്, പക്ഷേ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഡിഷ് വേറെ വേറെയാണ്. ഹൈ റാങ്കിലിരിക്കുന്ന പ്ലേയേഴ്സിനെല്ലാം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിഷാണ് കൊടുക്കുന്നത്. ഇഗ്രാഷിക്കും ഇസഗിക്കും ആർക്കും വേണ്ടാത്ത ഡിഷാണ് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇസഗിയെയും മറ്റുള്ളവരെയാണ്. അന്ന് നടന്ന കാര്യങ്ങൾ ആലോചിച്ച് അവനെ കൊണ്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെക്കാൾ ഒരുപാട് സ്ട്രോങ് ആണ്. തീർച്ചയായിട്ടും ഞാൻ ഇനിയും സ്ട്രോങ് ആയേ പറ്റൂ എന്ന് പറഞ്ഞ് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന അവന്റെ അടുത്തോട്ട് പെട്ടെന്ന് ഒരു ബോൾ വരുന്നു. ഹേയ്, നിനക്കെന്താ ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ബാഷിറ അങ്ങോട്ട് വരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി പോകുന്നു.
ഹേയ്, അന്നെന്തിനാ നീ ആ ബോൾ എനിക്ക് പാസ് ചെയ്തേ? ഒരുപക്ഷെ ഞാൻ അന്ന് അവന് നേരെ അറ്റാക്ക് ചെയ്തില്ലായിരുന്നെങ്കിലോ? ഇല്ല, നീ അന്ന് അവനെ അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. കാരണം എന്റെ അകത്ത് ഒരു മോൺസ്റ്റർ ഉണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നാഷണൽ ഹൈസ്കൂൾ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഹേയ് ബാഷിറ, ബോൾ എനിക്ക് പാസ് ചെയ്യേ എന്ന് അവന്റെ ടീംമേറ്റ് അവനോട് പറയുന്നു. ഇല്ല, ഇവൻ വളരെയധികം സ്ലോ ആണ്, അത് മോൺസ്റ്ററിന് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ബാഷിറ അവന് ബോൾ പാസ് ചെയ്യാതെ അവൻ തന്നെ കിക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എതിർ ടീമിലെ ഒരുത്തൻ അവനെ തള്ളി താഴെ ഇടുന്നു. താഴെ കിടക്കുന്ന അവന്റെ അടുത്തോട്ട്, ഹേയ് കുഴപ്പമില്ല, എഴുന്നേക്ക് എന്ന് പറഞ്ഞ ആ മോൺസ്റ്ററാണ് അവനെ എഴുന്നേപ്പിക്കുന്നത്. ഞാൻ സാക്കർ കളിക്കുന്ന സമയത്ത് ആ മോൺസ്റ്റർ എന്നോട് സംസാരിക്കും. ഇതൊക്കെ കേട്ട് ഇസക്കി ഇവൻ എന്ത് മണ്ടത്തരമൊക്കെ വിളിച്ച് പറയുന്നേ എന്ന് ചിന്തിക്കുന്നു. എന്റെ അകത്തുള്ള ആ മോൺസ്റ്റർ എപ്പോഴും എന്നോട് എങ്ങനെയാ ഗോൾ അടിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. എന്നാ നിന്റെ കൂടെ കളിക്കുന്ന സമയത്ത് ബോൾ ഇസക്കിക്ക് പാസ് ചെയ്യ് എന്നായിരുന്നു പറഞ്ഞത്. അതിന് കാരണം നിന്റെ അകത്തും ആ മോൺസ്റ്റർ ഉണ്ട്. ഇപ്പൊ നിനക്ക് അത് മനസ്സിലാവില്ല, പക്ഷേ അപ്പൊ നീ ആ ബോൾ കിക്ക് ചെയ്യുന്ന സമയത്ത് നിന്റെ ഉള്ളിലെ മോൺസ്റ്ററിനെ ഞാൻ കണ്ടു. ഇതോ കേട്ട് ഇസക്കി ഇവൻ പറയുന്നത് വളരെ വിചിത്രമായിട്ടുണ്ടെങ്കിലും ആ സമയത്ത് ഞാനും അത് ഫീൽ ചെയ്തതാ. റൊണാൾഡോ, മെസ്സി ഇവരുടെ ഉള്ളിലും അങ്ങനെ ഒരു മോൺസ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഞാൻ ഇപ്പോ ഹാപ്പിയാണ്, ബിക്കോസ് എന്റെ മുമ്പിൽ ഇപ്പോ നീയുണ്ട് എന്ന് പറയാണ് ബാഷിറ. ഇവൻ പറയുന്നത് പോലെ തന്നെ എന്റെ ഉള്ളിൽ ഒരു മോൺസ്റ്റർ ഉണ്ടെങ്കിൽ അതിനെ ഞാൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഞാൻ ഇനിയും സ്ട്രോങ് ആയിട്ട് മാറണം. ഹേയ്, നിന്റെ കണ്ണിൽ ഞാൻ ഇപ്പോ അത് കാണുന്നുണ്ട് എന്ന് പറയാണ് ബാഷിറ. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മൈക്കിലൂടെ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നത്. എല്ലാവരും റൂമിലോട്ട് പോയി നിങ്ങളുടെ റാങ്ക് ഒന്ന് പരിശോധിക്കുക. സോ നോക്കുന്ന സമയത്ത് എല്ലാവരുടെ റാങ്കും ചേഞ്ച് ആയിട്ടുണ്ട്. ഹേയ് സഖി, ഇത് നോക്ക്, ഞാൻ 300 നിന്നും 275 ആയി മാറിയിരിക്കുന്നു. നിന്റെ റാങ്ക് എത്രയാ? 274ഓ? എപ്പോ നോക്കിയാലും നീ എന്നെക്കാൾ ഒരു നിമിഷം മുൻപിലാണല്ലോ എന്ന് പറയുവാണ് ഇഗ്രാഷി. ഹേയ് ഹലോ മൈ ഡയമണ്ട്സ് ഇൻ ദി റഫ്. ഈ ബ്ലൂ ലോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മൊത്തം 5 ബിൽഡിംഗ് ഉണ്ട്. ഓരോ ബിൽഡിങ്ങിലും 5 ടീം വെച്ചും ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും പെർഫോമൻസ് ലെവൽ വെച്ചിട്ടാണ് B2C റൂമിലോട്ട് അവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. സോ 5 ബിൽഡിങ്ങിലുള്ള 25 ടീമിൽ നിന്നും ഓരോരുത്തരെ ഫസ്റ്റ് മാച്ചിൽ നിന്ന് തന്നെ ഔട്ട് ആക്കിയിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് 275 പേർ മാത്രമാണ്. സോ ഇത് കേട്ട് ഇഗ്രാഷിക്ക് ഇപ്പോഴും അവൻ ലാസ്റ്റ് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നു. B2C വരെയുള്ള ബിൽഡിങ്ങിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളത് Z ആണെന്ന് ഈഗോ പറയുന്നു. ഇത് കേട്ട് അവരെല്ലാവരും, അപ്പൊ ഞങ്ങളാണോ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള റാങ്ക്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പോ ടോപ്പ് കിങ് ആവാനുള്ള സാധ്യതയുള്ളവരാണ്. നിങ്ങൾ കിങ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യ്. ശരി, ഫസ്റ്റ് സെലക്ഷനില് ബിൽഡിംഗ് 5ന്റെ 5 ടീംസുമായിട്ടാണ് മാച്ച് എന്ന് ഈഗോ അവരോട് പറയുന്നു. സായി ഇട്ടസി, ജീനിയസ് മിഡ്ഫീൽഡർ, ഞങ്ങൾക്ക് ഇന്റർവ്യൂ തരാൻ തയ്യാറായതിൽ ഒരുപാടധികം നന്ദിയുണ്ട്. വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള റോയൽ അക്കാദമി ക്ലബിലെ മിഡ്ഫീൽഡർ ആയിരുന്നു നിങ്ങൾ. എന്നാൽ നിയമങ്ങൾ നിങ്ങളെ ആദ്യ ടീമിൽ കളിക്കുന്നതിൽ നിന്നും തടഞ്ഞു. അത് കാരണം നിങ്ങൾ ഇപ്പോൾ ജപ്പാനിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നു. സോ അതിനർത്ഥം ജപ്പാന് വേണ്ടി നിങ്ങൾ വേൾഡ് കപ്പ് കളിക്കുമെന്നാണോ? ഹേയ്, ഒരിക്കലുമില്ല. അവരിനി എന്റെ കാല് പിടിച്ച് പറഞ്ഞാലും ഞാൻ അതിന് തയ്യാറാവില്ല എന്ന് പറയുവാണ് സായി ഇട്ടഷി. പക്ഷെ എന്തുകൊണ്ട്? എന്നെ സംബന്ധിച്ച് ഞാൻ തെറ്റായിട്ടുള്ള ഒരു രാജ്യത്താ ജനിച്ചേ. ഇപ്പോഴുള്ള ജപ്പാനിലെ ഒരു പ്ലെയറും ഞാൻ ബോൾ പാസ് ചെയ്യാൻ മാത്രം വൃത്തിയായിട്ടുള്ളവരല്ല. ജപ്പാൻ നാഷണൽ ടീം തന്നെ വേസ്റ്റ് ആണെന്നേ ഞാൻ പറയൂ എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്നും പോകുന്നു. ഹേയ്, ഒരു ഇന്റർവ്യൂലാണോ ഇങ്ങനെ സംസാരിക്കുന്നേ? അത് നിങ്ങളുടെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും എന്ന് പറയുവാണ് അവന്റെ PO. ഓ, ജപ്പാൻ എന്നെ പറ്റി എന്ത് വിചാരിച്ച എനിക്കെന്താ? എന്റെ വിസ എക്സ്പയർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ അവൻ മുന്നോട്ട് നടക്കുന്ന സമയത്താണ് ജപ്പാൻ ഫുട്ബോൾ യൂണിയൻ ഇന്റർവ്യൂ നടത്തുന്നത് അവൻ കാണുന്നത്. ഹേയ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ബ്ലൂ ലോക്ക് പ്രൊജക്ട്. ശരി, പക്ഷെ ഇങ്ങനെയുള്ള മെത്തേഡ്സ് എല്ലാം യങ് സ്റ്റുഡൻസിന്റെ കരിയർ എന്നെ ബ്രേക്ക് ചെയ്യുന്നതല്ലേ? ഇതിനെല്ലാം അവരുടെ പേരൻസ് സമ്മതിക്കോ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. അത് പിന്നെ ഇതിന് ഞങ്ങൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ അവൻ സമാധാനിപ്പിക്കുന്ന സമയത്താണ്, അതെ, ആ പിള്ളേരുടെ കരിയർ സ്റ്റോപ്പ് ചെയ്താൽ എന്താ? ഹിസ്റ്ററിക്ക് വേണ്ടി ജപ്പാന്റെ ബെസ്റ്റ് സ്ട്രൈക്കറെ ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ സാക്രിഫൈസ് ഒക്കെ ആവശ്യമാണ് എന്ന് പറയുവാണ് ആൻഡ്രി. ഇതേസമയം ഇവിടെയുള്ള 5 ടീംസിനെ വെച്ച് 3 മാച്ച് ആയിരിക്കും നടക്കാൻ പോകുന്നത്. അതിലെ ബെസ്റ്റ് 2 ടീമിനെ ആയിരിക്കും അടുത്ത സെലക്ഷനിലോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കേട്ട് മറ്റുള്ളവർ, എന്ത് ഫുട്ബോൾ മാച്ചോ? പക്ഷെ ഇവിടെയുള്ള നമ്മളെല്ലാവരും ഫോർവേഡ്സ് അല്ലേ? നിന്റെ ഈ സൈസ് ഒക്കെ വെച്ചിട്ട് നിനക്ക് ഗോൾ കീപ്പർ ആവാം എന്ന് ഈമനോട് ഒരുത്തം പറയുന്നു. ഓ, ഗോൾ കീപ്പർ എങ്കിൽ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞ് അവൻ അത് സമ്മതിക്കുന്നു. ശരി, ഇവിടെയുള്ള ആരാ മിഡ്ഫീൽഡർ, ആരാ ഡിഫൻഡർ? ഹേയ്, ഇതുവരെ നിങ്ങൾ പഠിച്ച എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും മറന്നേക്ക്. ആദ്യമൊക്കെ സോക്കർ കളിക്കുന്ന സമയത്ത് സ്ട്രൈക്കർ ആയിട്ടായിരുന്നു എല്ലാവരും കളിച്ചിരുന്നത്. പിന്നീടാണ് അത് ഇവോൾവ് ആയിട്ട് മിഡ്ഫീൽഡർ, ഡിഫൻഡർ എന്നൊക്കെ പറഞ്ഞു വന്നത്. പക്ഷെ അങ്ങനത്തെ കാര്യമൊന്നും ഇതുവരെ ആരെയും ജയിപ്പിച്ചിട്ടില്ല. സോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു പുതിയ ക്രിയേഷൻ ആണ്.
ഇത്രയും കാലം നമ്മൾ ചെയ്യാത്ത കാര്യം വേണം ഇനി ചെയ്യാൻ. ഇനിയെല്ലാം പുതുതായിട്ട് സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ പുതിയ ഐഡിയ, സ്ട്രാറ്റജി, ഫോർമുല അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. അത് ഫീൽഡിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഹീറോയെ നമുക്ക് കിട്ടും. മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇവരെ പോലെയുള്ളവർ കാരണമാണ് സോക്കർ ഒരുപാടധികം റെവല്യൂഷൻ ആയത്. സോ ജസ്റ്റ് വൺ പേഴ്സണെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും എന്ന് പറയുവാണ് ഈഗോ. ഒരു പുതിയ ജനറേഷനെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ജപ്പാന് വേണ്ടി മുന്നിൽ നിന്നും പോരാടുന്നത് പോലെ നിങ്ങൾ എല്ലാവരും തയ്യാറാണോ? കാരണം അത് തീർച്ചയായിട്ടും പോസിബിൾ ആണ്, അതും ഈ ബ്ലൂ ലോക്കിനകത്ത് എന്ന് പറയുവാണ് അവർ. പുതിയ ജനറേഷനിലുള്ള പ്ലേയേഴ്സിന്റെ കരിയറിനെ ഇത് ബാധിക്കും. ഇതിനുകൂടി മറുപടി പറയൂ എന്ന് റിപ്പോർട്ടേഴ്സ് എല്ലാവരും അവരോട് പറയുന്നു. സാർ, ഫ്ലൈറ്റിന് സമയമായി, അത് ക്യാൻസൽ ചെയ്തേക്ക്. ഇവർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആ സ്ട്രൈക്കർ ടീമിനെ എനിക്ക് നേരിട്ട് കാണണം. ഹേ ഗൈസ്, ഈ ടീംമേറ്റ്സ് വന്നെന്ന് തോന്നുന്നു. ഈ മാച്ചിൽ ഞാൻ സർവൈവ് ചെയ്ത് ബെസ്റ്റ് സ്ട്രൈക്കർ ആയിട്ട് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ആ ബ്ലൂ ലോക്ക് എന്ന ആ ബിൽഡിങ്ങിനകത്ത് മൊത്തം 5 ബിൽഡിംഗ് ഉണ്ട്. അതിൽ 5ാമത്തെ ബിൽഡിങ്ങിലാണ് B to Z വരെയുള്ള ടീംസ് ഉള്ളത്. ഈ 5 ടീം തമ്മിലായിരിക്കും മാച്ചുകൾ നടക്കാൻ പോകുന്നത്. അതിൽ അവസാനം വരുന്ന 2 ടീമിനെ മാത്രമായിരിക്കും അടുത്ത ലെവലിലോട്ട് പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ അടുത്ത സമയം. അതുവരെയും ബൈ.